അഡിഡാസ്, നൈക്കി, പ്യൂമ, റീബോക്ക് ഇന്ത്യൻ സ്പോർട്സ് റീറ്റെയിൽ രംഗത്തെ ഈ അധികായന്മാരെ എല്ലാം വിറപ്പിച്ച ഒരു ബ്രാൻഡ് 2009 ഇന്ത്യൻ വിപണിയിലേക്ക് കാലെടുത്തു വെച്ച് ഇന്ന് അമ്പരപ്പിക്കുന്ന വളർച്ചയിലേക്ക് എത്തിയ ഡിക്കാത്ലോൺ. ഇനി 5 വർഷത്തേക്ക് ഇന്ത്യൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1000-ഓളം കോടി രൂപയും. ഇന്ത്യൻ വിപണിയിൽ അധികായനായി ഡിക്കാത്ലോൺ വളർന്നതെങ്ങനെ? എന്തായിരിക്കും ഈ വിജയക്കുതിപ്പിന്റെ രഹസ്യം? ലെറ്റ്സ് ടോക്ക് ബിസിനസ്. ഡിക്കാത്ലോൺ പിറവിയെടുക്കുന്നത് ഒരു 35-കാരൻ്റെ തലയിലാണ്. അങ്ങ് ഫ്രാൻസിൽ 1975 കാലഘട്ടം 35-കാരനായ മൈക്കൽ ലെ ക്ലർക്കിന് ഒരു ഐഡിയ തോന്നി. സ്പോർട്സ് സാമഗ്രികൾ വിൽക്കുന്ന ഒരു സ്റ്റോർ തുടങ്ങണം. എല്ലാവർക്കും അഫോർഡബിൾ ആയ വിലയിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, ഓട്ടം, ചാട്ടം എന്നുവേണ്ട എല്ലാ കായിക ഇനങ്ങളുമായും ബന്ധപ്പെട്ട എല്ലാം വിൽക്കണം. ഓഷൻ എന്ന റീറ്റെയിൽ ഗ്രൂപ്പ് ഫാമിലി ബിസിനസ്സായി ഒരു വശത്ത്, മറ്റൊരു വശത്ത് സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന, സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹവും. അത് പക്ഷേ ഫാമിലി ബിസിനസ്സിനെ ബാധിക്കുകയും ചെയ്യരുത്. മൈക്കലിന് മുന്നിൽ ചോദ്യങ്ങളേറെ. റീറ്റെയിൽ സ്റ്റോറുകളും ഷോപ്പിംഗ് മാളുകളും മൈക്കിൾ സന്ദർശിച്ചു. അവിടെല്ലാം സ്പോർട്സ് സാമഗ്രികൾ വിൽക്കുന്നില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ വില കൂടിയതാകും, അല്ലെങ്കിൽ വളരെ കുറച്ച് ഓപ്ഷനേ ഉള്ളൂ എന്ന് മൈക്കിൾ മനസ്സിലാക്കി. എല്ലാ തരത്തിലുള്ള സ്പോർട്സ് സാമഗ്രികളും ഉപകരണങ്ങളും ഒരു കൂരയ്ക്കു താഴെ. അങ്ങനെയൊന്ന് തുടങ്ങണമെന്ന് മൈക്കിൾ തീരുമാനിച്ചു. മൈക്കിളിനൊപ്പം 6 പേർ കൂടെ എത്തി. ഡിഡിയർ ഡിക്രാമർ, സ്റ്റെഫാനി ഡെലിസേൽ, നിക്കോളാസ് ഡുബ്രുലെ, സ്റ്റാനിസ്ലാസ് എർണോൾഡ്, ഹെവേ വാലന്റൈൻ, ബെനോയിറ്റ് പോയ്സറ്റ്. വ്യാപാര രംഗത്ത് ഇവരിൽ ചിലർ പുതുമുഖങ്ങളായിരുന്നുവെങ്കിലും 2 കാര്യങ്ങളിൽ ഇവർ ഒറ്റക്കെട്ടായിരുന്നു: സ്പോർട്സിനോടുള്ള ഇഷ്ടത്തിലും ലക്ഷ്യബോധത്തിലും. സംരംഭത്തിന് എന്ത് പേരിടുമെന്നായിരുന്നു ഈ 7 കൂട്ടുകാരുടെ ചിന്ത. ഡിക്കാത്ലോൺ എന്നാൽ ഒരിനം കായിക മത്സരമാണ്. ഓട്ടം, ചാട്ടം, ഏറ് ഇവയെല്ലാം സംയോജിപ്പിച്ചുള്ള ഒരു മത്സര ഇനം. പല സ്പോർട്സ് ഒരുമിച്ച് വരുന്നു. അതിനാൽ അതുതന്നെ ആകട്ടെ പേരെന്ന് 7-അംഗ സംഘം തീരുമാനിച്ചു. അവിടെ പിറവിയെടുത്തു ഡിക്കാത്ലോൺ. 1976 ആദ്യ സ്റ്റോർ. മറ്റ് ബ്രാൻഡുകളുടെ പ്രോഡക്ട്സ് ആണ് സ്റ്റോറിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നത്. പല കായിക ഇനങ്ങൾക്കായി പ്രത്യേകം ബ്രാൻഡുകൾ തുടങ്ങണമെന്നായി പിന്നീട്. അങ്ങനെ 1996 കെച്ചുവ, ട്രൈബോർഡ് എന്നീ ബ്രാൻഡുകൾ വന്നു. ഇന്നും ഹിറ്റാണ് കെച്ചുവ ബാഗുകൾ. അതും പലതരത്തിൽ. ചെറിയ ബാക്ക് പാക്ക് മുതൽ 10 ലിറ്റർ ബാഗ് വരെ. 1999 ബിറ്റ്വീൻ സൈക്കിളും പുറത്തിറക്കി. പിന്നീട് പല പ്രോഡക്ട്സ്, വളരെ ഇന്നൊവേറ്റീവായവ ഡിക്കാത്ലോൺ കൊണ്ടുവന്നു. പോപ്പ്-അപ്പ് ടെൻസ്, ഫ്ലെക്സിബിൾ ചെയർ, റെയിൻകോട്ട്, ജാക്കറ്റ്, സ്കേറ്റ് ബോർഡ്, സ്പോർട്സ് ഷൂസ്, ആ ലിസ്റ്റ് ഇനിയുമുണ്ട്. ഒരു കൂരയ്ക്ക് താഴെ നിരവധി കായിക ഇനങ്ങളെ അവർ ഒരുമിച്ച് കൊണ്ടുവന്നു. ചൈന, മോസ്കോ, ജർമ്മനി, അങ്ങനെ ലോകത്ത് മിക്കയിടങ്ങളിലും സ്റ്റോറുകൾ. 2008 decathlon.com ലോഞ്ച് ചെയ്തു. ഓൺലൈൻ വിപണനവും അവർ അങ്ങനെ നോട്ടമിട്ടു. 2009 ഡിക്കാത്ലോൺ ഇന്ത്യയിലേക്ക് എത്തി. ഇന്ത്യ എന്ന വലിയൊരു മാർക്കറ്റിന്റെ സാധ്യത അവർ മനസ്സിലാക്കി. ഇന്ത്യയിൽ ഡിക്കാത്ലോൺ ഇത്ര ഹിറ്റാകാൻ കാരണം എന്തായിരിക്കും? ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ബജറ്റിൽ ഒതുങ്ങുന്ന തരത്തിൽ സ്പോർട്സ് സാമഗ്രികൾ വാങ്ങാം. ഇതുതന്നെയാണ് പ്രധാന കാരണം. നമ്മുടെ നാട്ടിലൊക്കെ പാടത്ത് ക്രിക്കറ്റ് കളിയില്ലേ? അങ്ങനെ കളിക്കുന്നവർ വില കൂടിയ ബാറ്റ് വെച്ചാണോ കളിക്കുന്നത്? അല്ല. സാമാന്യം നല്ലതായിരിക്കണം, എന്നാൽ റേറ്റ് അത്ര കൂടാനും പാടില്ല. ക്രിക്കറ്റൊക്കെ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടവും ഉണ്ട് താനും. ഈ ഒരു പോയിന്റ് ഡിക്കാത്ലോണിലേക്ക് ആളുകളെ എത്തിച്ചു. നൈക്കി, അഡിഡാസ് പോലെയുള്ള ബ്രാൻഡുകൾ സമ്പന്നരെ ലക്ഷ്യമിട്ടപ്പോൾ ഡിക്കാത്ലോൺ ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന മിഡിൽ ക്ലാസിനെ ഉന്നമിട്ടു. ഇന്ന് ഇന്ത്യയിലെ 50 നഗരങ്ങളിലായി 127 സ്റ്റോറുകളുണ്ട്. ഇന്ന് ഏതാണ്ട് 4000 കോടി രൂപയോളമുണ്ട് ഇന്ത്യയിൽ നിന്ന് ഡിക്കാത്ലോണിന് വരുമാനം. ഡിക്കാത്ലോണിനെ ജനങ്ങൾക്ക് എങ്ങനെ ഇത്ര ഇഷ്ടമായി? എന്താണ് ആ തന്ത്രം? ഈ കൂറ്റൻ സ്റ്റോറുകൾ. അതിൽ നമുക്ക് സൈക്കിൾ ഓടിക്കാം, സ്കേറ്റ് ചെയ്യാം, എല്ലാം തൊട്ടു നോക്കാം, ട്രൈ ചെയ്യാം. ഒരു വട്ടം പോയാൽ ആരായാലും സ്റ്റോർ മുഴുവൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യും. വിലക്കുറവുള്ള പന്തുകൾ, കുപ്പികൾ തുടങ്ങിയവ പെട്ടെന്ന് നോട്ടം പതിയുന്ന സ്ഥലങ്ങളിലുണ്ടാകും. ഒന്ന് കയറിയാൽ എന്തെങ്കിലും വാങ്ങാതെ ഒട്ടുമിക്ക പേരും പുറത്തിറങ്ങില്ല. പിന്നെ എടുത്തു പറയേണ്ടത് കസ്റ്റമർ സർവീസ്. വില കൂടിയ സാധനം നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കില്ല. നമുക്ക് ഏതാണോ നല്ലത് അത് സജസ്റ്റ് ചെയ്യും. ഏതിനത്തിലെ ഐറ്റമാണോ നമുക്ക് വേണ്ടത്, അതിൽ നാം വിദഗ്ധരാണോ, പരിശീലിച്ച് തുടങ്ങുന്നതേയുള്ളൂ, ഇതൊക്കെ നോക്കിയാണ് നമുക്കായി സെയിൽസ് ടീം പ്രോഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്നത്.
തിരികെ ചെല്ലാൻ തോന്നുന്ന തരത്തിലാണ് ഇടപെടൽ. പരസ്യങ്ങൾക്കായി ഡിക്കാത്ലോണും അധികം ചെലവാക്കാറില്ലെന്നതും ഓർക്കണം. അതുമല്ല, വിൽപ്പനയ്ക്കായി എല്ലാ വഴികളും ഡിക്കാത്ലോൺ നോക്കുന്നുമുണ്ട്. സ്റ്റോറുകൾ വഴിയും ആപ്പ്, വെബ്സൈറ്റ് പോലെ ഡിജിറ്റൽ വഴിയും. ഇതിനെ ഓംനി കൊമേഴ്സ് രീതി എന്നാണ് പറയുക. ഇന്ത്യയിൽ നിന്നുള്ള വരുമാനത്തിന്റെ 11 മുതൽ 12% വരെ ഓൺലൈൻ വിൽപ്പനയിലൂടെയാണ് ഡെക്കാത്ലോൺ നേടുന്നത്. നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്നതിന്റെ 68% ഉൽപ്പന്നങ്ങളും ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിലെ 110 ഫാക്ടറികളുമായി ചേർന്നാണ് ഇത് സാധ്യമാക്കുന്നത്. 2026 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഉൽപ്പാദനം 85% ഉയർത്താനാണ് ബ്രാൻഡ് ലക്ഷ്യമിടുന്നത്. അടുത്ത 5 വർഷത്തേക്ക് 1000 കോടിയോളം രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇതുവഴി കൂടുതൽ സ്റ്റോറുകൾ തുറക്കാനും ലക്ഷ്യമിടുന്നു. 2021 2000-ഓളം കോടി രൂപയായിരുന്നു ഡിക്കാത്ലോൺ ഇന്ത്യയിൽ നിന്ന് നേടിയത്. 2023 അത് 4000 കോടിയോളമായി. ഡിക്കാത്ലോണിനെ വെല്ലാൻ റിലയൻസ് റീറ്റെയിൽ പുതിയ സംരംഭം തുടങ്ങിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതെ, സ്പോർട്സ് റീറ്റെയിൽ രംഗത്ത് ഡിക്കാത്ലോൺ ഹീറോയാണ്.